വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സാന്ത്വനാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. സുവിശേഷത്തിൽ പല പ്രാവശ്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് വാതിലടച്ചെന്ന് പറയുന്നത്. പക്ഷേ സുവിശേഷം വാതിലടച്ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് അതിൻ്റെ അർത്ഥം, എന്തെങ്കിലും ദൈവിക ഇടപെടലുണ്ടാകുമെന്ന്. ഉദാഹരണത്തിന് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ പ്രതീകാത്മകമായ വാതിലടക്കുന്നൊരു ഭാഗമുണ്ട്. കാര്യം അവിടെ ജീവിതത്തിൻ്റെ വാതിലടഞ്ഞു. കാര്യം ഈശോ കൊല ചെയ്യപ്പെട്ടു, യൂദാസ് ആത്മഹത്യ ചെയ്തു, പത്രോസിൻ്റെ വരുമാന മാർഗങ്ങളൊക്കെ എല്ലാം അടഞ്ഞു, തൊഴിൽ നഷ്ടപ്പെട്ടു, തൊഴിലിന് പോകാത്ത അവസ്ഥയായി. അങ്ങനെ ഇങ്ങനെ കുറേ വിഷയങ്ങൾ, അതായത് ആത്മഹത്യ, കൊലപാതകം, ധനനഷ്ടം, വരുമാന നഷ്ടം, പിന്നെ ജീവഹാനി, ഭയം. കാര്യം പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ജീവഹാനി, ഭയം, മരണഭയം, തൊഴിൽ നഷ്ടം, വരുമാന തകർച്ച, സാമ്പത്തിക തകർച്ച, ഇങ്ങനെ കുറേ ഒരു മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ അത് ഒരുമിച്ച് സംഭവിക്കുകയാണ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാം. സാമ്പത്തിക തകർച്ച ഉണ്ടാകാം, വരുമാന നഷ്ടം ഉണ്ടാകാം. പക്ഷേ ജീവഹാനി വേണം നിർബന്ധമില്ല. ചിലപ്പോൾ മരണഭയം ഉണ്ടാകാം, പക്ഷേ സാമ്പത്തിക തകർച്ച ഉണ്ടാകണം നിർബന്ധമില്ല. പക്ഷേ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഇതെല്ലാം കൂടി 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ വരികയാണ്, ഒരുമിച്ച് വരികയാണ്. ക്യാൻസറും എയ്ഡ്സും മഹോദരവും കിഡ്നി രോഗം കൂടി ഒരു രോഗിക്ക് ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? പേടിച്ചെത്തു പോകും. അങ്ങനൊരവസ്ഥയിലാണ് ഇവർ വാതിലടക്കണത്. ഭയങ്കര സങ്കീർണമായ സഹന സാഹചര്യങ്ങളിൽ
മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാതിലുകൾ അടക്കുക. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ പറയണത്. അവർ വാതിലുകൾ അടച്ച് അകത്ത് ഇരിക്കുകയായിരുന്നു. പക്ഷേ വാതിലുകൾ ബന്ധിക്കുമ്പോൾ അതിന് അപ്പോസ്തലന്മാരുടെ കൂടെ അമ്മയുണ്ടായിരുന്നു. അത് വലിയ ഒരു ആശ്വാസമാണ്. അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കണത്. എൻ്റെ ജീവിതത്തിലും വാതിലടക്കപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു വലിയ ഇടവക ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മദ്യപനായിട്ടും കൂട്ടുകൂടി കുടിക്കുന്നവനായിട്ടും ചിത്രീകരിക്കപ്പെട്ടു. ചിത്രീകരിക്കാൻ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ പറയണില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന വൈൻ സമ്മാനമായി കിട്ടിയത് ഞാൻ അറിയാതെ കുറേ കാലം പഴക്കമുള്ള വൈനാണ്. അത് ഞാൻ കഴിച്ചപ്പോൾ ഈസ്റ്ററിൻ്റെ പങ്കാളിട്ട് എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തപ്പോൾ എല്ലാം ഛർദ്ദിച്ച് വീണുപോയി ആൾക്കാരെല്ലാത്തിനും നാട്ടുകാർ കണ്ടു. നാട്ടുകാരത് റിപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് പുറത്ത് പ്രവർത്തിക്കാൻ പറ്റാതെ എൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകും, ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ കുമ്പസാരിക്കാൻ പോലും ആൾക്കാർ എൻ്റെ അടുത്ത് വരാത്തൊരു കാലം ഉണ്ടായിരുന്നു. വാതിലുകൾ അതായത് അടഞ്ഞു പോണ കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്തില്ല. എൻ്റെ മനസ്സിലൊരു ആ സമയത്തല്ല, അതായത് ജനങ്ങൾക്കൊന്നും പഴയ സ്നേഹമില്ല, പഴയ വിശ്വാസമില്ല. അവരുടെ വീട് വെഞ്ചരിക്കാൻ പോലും എന്നെ വിളിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. ഞാൻ കുറേ എൻ്റെ പൗരോഹിത്യത്തെ ഏറ്റവും കൊണ്ട് വേദനിച്ചൊരു കാലമാണ്. എനിക്കിത് എങ്ങനെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വായിച്ചൊരു പുസ്തകം എന്നെ സഹായിച്ചു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അതാണ് നമ്മളിപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അതിനാണ് ഓരോ കുടുംബങ്ങളിലുമൊക്കെ ഇപ്പോൾ ഒത്തിരിയേറെ പുസ്തകങ്ങളില്ലേ, പല ധ്യാനഗ്രന്ഥങ്ങളായാലും ശരി, ആധ്യാത്മിക പുസ്തകങ്ങളായാലും ശരി. കേരള സഭ ഇന്ന് ആധ്യാത്മിക ജ്ഞാനത്തിൽ ഭയങ്കര ഗ്രേറ്റാണ്. പക്ഷേ എത്ര പേര് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോജനപ്പെടുത്തണം. കാര്യം ഞാൻ 84 വായിച്ചൊരു പുസ്തകമാണ് ആ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തിയത്. കാര്യം ബിഷപ്പ് ഷീൻ്റെ പുസ്തകമാണ്. ഇപ്പം അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി സഭ പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ബിഷപ്പ് ഷീൻ പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ നീ ഇമ്മീഡിയറ്റായിട്ട് റഷ് ചെയ്യണം, അമ്മയുടെ അടുത്തേക്ക് വരണമെന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ പൗരോഹിത്യം വളരെ ധാർമ്മിക അധപ്പതനത്തിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വ്യാജവാർത്ത പോയെങ്കിൽ ശരി, സത്യമാണോ വ്യാജമാണോ ജനങ്ങൾ വിവേചിക്കണ മുമ്പ് തന്നെ അത് കത്തിപ്പടം തിന്മയുടെ ബലങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ ജീവിതം കുമ്പടച്ച് കളഞ്ഞു. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ ശരിക്കും ചെയ്തത് എന്താ, അമ്മയുടെ തന്നെ പോയി വാതിലടച്ചു, എൻ്റെ മേടവാതിലടച്ചു. രാവിലെ കുർബാന കഴിഞ്ഞാൽ ഞാൻ വാതിലടക്കും. എന്തിനാണ്? ഇരുന്ന് ജപമാല ചെല്ലും. ഇരുന്ന് ജപമാല ചെല്ലി 1 ജപമാല, 2 ജപമാല, 5 ജപമാല, 10 ജപമാല, അങ്ങനെ 16 ജപമാല വരെ ചെല്ലിയ ദിവസങ്ങളുണ്ട്. എന്തിനാണെന്നറിയാവോ? അത് അപ്പോസ്തല പാരമ്പര്യമാണ്. പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഭയങ്ങൾ കൂടുമ്പോൾ വാതിലടക്കുക. ഏതെങ്കിലും നിമിഷം നിൻ്റെ വേദനയുടെ ഇരുട്ടിൽ, നിൻ്റെ പ്രയാസ ഇരുട്ടിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ അലഖുസ്ലാമ, സമാധാനം നിന്നോട് കൂടെയെന്ന്. വാതിൽ ബന്ധിക്കുമ്പോൾ സമാധാനം കിട്ടുന്ന ഏറ്റവും വലിയ സുവിശേഷ പാരമ്പര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ലവനായ ഈശോയെ, അനേകം മക്കളുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നു. അനേകം മക്കളുടെ ജീവിതം ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരിക്കുന്നു. കർത്താവെ, എൻ്റെ ആത്മീയ ശുശ്രൂഷകളെല്ലാം എനിക്ക് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ആ പ്രാർത്ഥനയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ മറ്റൊരു നാടുകളിൽ നിന്ന് പോലും എനിക്ക് കുമ്പസാരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചവർക്കെല്ലാം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ വലിയ രോഗസൗഖ്യം ലഭിച്ചപ്പോഴാണ് ആധ്യാത്മിക ശുശ്രൂഷ കുമ്പസാരം കൗൺസിലിംഗായിട്ട് മാറിയത്. ആ കൗൺസിലിങ്ങിലൂടെ ഞാൻ വളർന്നിട്ട് ഇപ്പോൾ 21 ലക്ഷത്തോളം മനുഷ്യരോടെയാണ് ഈ കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ കർത്താവിനെ ക്ഷീണിതർക്ക് വാക്കുകൊണ്ട് വിശ്രാന്തി നൽകി കർത്താവ് ആ ശുശ്രൂഷ നയിച്ചുകൊണ്ട് പോകുന്നത്. എപ്പോഴാണ്? ഒരു ഇരുട്ട് കാലത്ത് കർത്താവിൻ്റെ മുമ്പിൽ ഇരുട്ട് എന്ന ജീവിതത്തിൻ്റെ മുമ്പിൽ ഇരുട്ട് വന്നപ്പോൾ വാതിലുകൾ ബന്ധിച്ച് അപ്പോസ്തലന്മാരെ പോലെ പ്രാർത്ഥിച്ച ദൈവവേദന നിനക്ക് നിൻ്റെ ജീവിതത്തിലെ ഇതുപോലെ ഇരുട്ട് കയറി വരുമ്പോൾ, മുന്നോട്ട് വഴി കാണാതിരിക്കുമ്പോൾ, ബാഹ്യമായ ബന്ധങ്ങളുടെ വാതിലുകൾ ബന്ധിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ അപ്പോസ്തല ആ വിശ്വാസ പാരമ്പര്യപ്രകാരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ സഹായിക്കണം. അങ്ങനെ സഹായിച്ചു വരുമ്പോൾ, അങ്ങനെ നീ പ്രാർത്ഥിച്ചു വരുമ്പോൾ നിനക്കെന്ത് സംഭവിക്കുമെന്നുള്ളത്, ഏത് ഇരുട്ടത്തും, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഇരുട്ടത്തിലും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ആ നഷ്ടപ്പെട്ട അവസാന നിമിഷം ദൈവം നിൻ്റെ അന്തരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്നോട് പറയും, നീ ശക്തി പ്രാപിക്കുക, എൻ്റെ ശക്തി നിന്നിലേക്കുണ്ട്, നിനക്ക് ചെയ്യാൻ കഴിയും, നീ മുന്നോട്ട് വരിക. അങ്ങനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്ന വലിയൊരു സഹോദരിയുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ പ്രാർത്ഥനാപൂർവ്വം കേൾക്കാൻ പോകുന്നത്.
എൻ്റെ പേര് അൽഫോൻസ. ഞാൻ ആലപ്പുഴ ചെത്തിയിൽ നിന്ന് വരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇസ്രായേലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. ഞാനങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇസ്രായേലിൽ കയറിപ്പോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് പനി വന്നു. കറക്റ്റ് 4 ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ ബോധമില്ലാതെ കുഴഞ്ഞു വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് എല്ലാം നടത്തിയതിന് ശേഷം എനിക്ക് ഡെങ്കിപ്പനി, ന്യൂമോണിയ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഇത് 4 കൂടെ ഒരുമിച്ച് വന്നു എന്നാണ് കണ്ടെത്തിയത്. എന്നിട്ട് വെളുപ്പിനെ 12 മണി വരെ എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 മണിയായപ്പോൾ അവരെന്നെ ICU കയറ്റി. 1 മണി ആയപ്പോഴത്തേക്കും വെൻറ്റിലേറ്ററെ കയറ്റി. ആ വെൻറ്റിലേറ്ററെ കയറ്റുന്നതിന് മുന്നേ നമുക്കവിടെ സഹായത്തിന് ആരുമില്ല. ആ സമയത്ത് ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ച്, കൃപാസനത്തിലെ മാതാവിനോട് ഞാൻ വിളിച്ചപേക്ഷിച്ച്, എൻ്റെ മാതാവ് എനിക്കൊരു കുഴപ്പവും വരാതെ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് രോഗശാന്തി നൽകി അനുഗ്രഹിക്കണേ. അങ്ങനെ എനിക്ക് രോഗശാന്തി നൽകി അനുഗ്രഹിച്ചാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് അപേക്ഷിച്ചായിരുന്നു. പിന്നെ 5 ദിവസം ഞാൻ വെൻറ്റിലേറ്ററിൽ കിടന്നു. ആ സമയത്ത് എനിക്ക് ഒരു കാര്യവും ഓർമ്മയില്ല. 5-ാമത്തെ ദിവസം വെളുപ്പിന് 1 മണിയായപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വപ്നം കണ്ട്. കുഞ്ഞ് കരഞ്ഞോണ്ട് എന്നെ വിളിക്കുന്നു, അമ്മേ ബാ അമ്മേ ബാ അമ്മയെന്ന് പറഞ്ഞു കുഞ്ഞ് കരഞ്ഞോണ്ട് എന്നെ വിളിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും എന്നെ വിളിച്ച് കരയുന്ന പോലെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നി. ആ അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെവിയിൽ നല്ലൊരു ശബ്ദം കേൾക്കുക, മോളെ ബാ, നിന്നെക്കൊണ്ട് സാധിക്കും, നീ ശ്രമിക്ക്, നിന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ശബ്ദം ഞാൻ കേൾക്കുക. അപ്പോൾ ഓൾറെഡി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബാക്കിയുള്ളൊരു ഡോക്ടർമാർ പറഞ്ഞായിരുന്നു 90% മരിച്ചു കഴിഞ്ഞു, ഇനി 10% മാത്രമേ ഉള്ളൂ. എൻ്റെ ലങ്സിൻ്റെ അകത്ത് വെള്ളം കെട്ടി, ലിവർ 90% പ്രവർത്തനരഹിതമായി, പിന്നെ ഹാർട്ടിന് മാത്രം കുഴപ്പമില്ല, ബാക്കി എല്ലാ അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ വെളുപ്പിനെ ഞാൻ നല്ല ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ, മോളെ നീ ബാ, നിന്നെക്കൊണ്ട് സാധിക്കും, നീ ശ്രമിക്ക് എന്നുള്ളൊരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കൊരു ശക്തി, എവിടുന്നോ ഒരു ശക്തി കിട്ടിയ പോലെ തോന്നി. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ, അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ വായിൽ ട്യൂബ് കിടക്കുന്ന പോലെ തോന്നി. പിന്നെ ഞാനത് എത്ര നേരം എടുത്തെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ആ ട്യൂബ് കടിച്ച് പൊട്ടിക്കുമായിരുന്നു. അങ്ങനെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഞാൻ തന്നെ കടിച്ച് പൊട്ടിച്ച് റിമൂവായി. പിന്നെ അവർ ട്യൂബിങ്സ് എല്ലാം മാറ്റി. ഡോക്ടർ വന്ന് പറഞ്ഞത് ഓൾറെഡി ഞങ്ങൾ മരിച്ചെന്ന് വിധി എഴുതിയതായിരുന്നു. അവൾ വലിയൊരു അത്ഭുതം വഴി ഞാൻ രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഈ വെൻറ്റിലേറ്റർ റിമൂവ് ആയി കഴിഞ്ഞിട്ട് ഡോക്ടറിനോട് എനിക്ക് എണ്ണീറ്റ് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇത്രയും അസുഖം ഒരുമിച്ച് വന്നുകൊണ്ട് ഞാൻ തളർന്നു പോയ പോലെ ആയായിരുന്നു. ശരീരം ഫുള്ള് നീര് വെച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറ്റി വിടണം, ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഒരു വർഷത്തിന് ശേഷം ചിലപ്പോൾ ജോലി ചെയ്യാൻ സാധിച്ചേക്കാം എന്നാണ് പറഞ്ഞത്. ആ സമയം ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി ചെയ്യണം. കാരണം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായാലും 8 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം മാത്രമേ ഇസ്രായേലിൽ കയറി പോകാൻ പറ്റത്തുള്ളൂ. ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? ആ കടം വീട്ടണമെങ്കിൽ എനിക്ക് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ വാശി പിടിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് എത്രയും പെട്ടെന്ന് സൗഖ്യം കിട്ടണം, എനിക്ക് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പെതുക്കെ പിച്ച വെച്ച് നടക്കുന്ന പോലെ നടക്കാൻ തുടങ്ങി. 3 ആഴ്ചയായപ്പോൾ ഞാൻ ജോലിക്ക് കയറുകയും ചെയ്ത്. ഇപ്പം ഞാൻ 9 മാസമായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പം ലീവിന് വന്നതാണ്, ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇപ്പോൾ കൃപാസനത്തിൽ വന്നതാണ്. മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി അർപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വളരെ സാന്ത്വനവും ശക്തിയും പകരുന്ന ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. അത് ഏത് ജീവിതത്തിൻ്റെ ഏത് വിഖിലമായ മരിച്ചു പോകും, ജീവൻ പേറി പിടിഞ്ഞു പോകും, ജീവനെ താങ്ങി നിർത്താൻ ബോഡിക്ക് കപ്പാസിറ്റി ഇല്ല, അതിൻ്റെ കഴിവ് കഴിഞ്ഞു, ഇനി തിരിച്ച് ജീവൻ കയറാനോ നിലനിൽക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ഈ പദാർത്ഥമാത്രമായ ബോഡി തളർന്നാലും നീ വിശ്വാസിയാണെങ്കിൽ ദൈവത്തിന് നിന്നെ സഹായിക്കാനുള്ള പാലമുണ്ട്. ആ പാലം വിശ്വാസത്തിൻ്റെ പാലം തന്നെയാണ്. ദൈവവിശ്വാസം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, പരിഹാരം ചെയ്തു, അവൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് അവൻ്റെ വാഗ്ദാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വാഗ്ദാന പ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരാധീനതകളിൽ ഇപ്പോൾ അൽഫോൻസ ചെയ്ത പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ സഹോദരി ചെയ്ത പോലെ നമ്മൾ ആ വിശ്വാസം നിലനിൽക്കുകയാണെങ്കിൽ ഏത് ഇരുട്ടിലും ഏത് ആഴത്തിലും ഏത് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ചരിക്കും.
ദൈവത്തിലെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ ഇരുട്ടുപോയ അവസ്ഥകളിലെ, ആഴമായ അവസ്ഥകളിലെ എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും, എന്താണ് പരിഹാരം, സാമ്പത്തിക മേഖലയായാലും ശാരീരിക മേഖലയായാലും മക്കളുടെ മേഖലയായാലും എന്ത് ചെയ്യുന്നറിയാൻ പാടില്ലാത്ത ഒരു സമയമാണിതെങ്കിൽ ഇപ്പോഴേ ദൈവവേദനെ അങ്ങയുടെ അഭിഷിക്തനെ കേൾക്കുമ്പോൾ നീ മനസ്സിൽ പ്രാർത്ഥിക്കണം. ദൈവവേദനെ നീ മനസ്സിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇപ്പോഴേ എൻ്റെ ആത്മാവ് ആദിയിൽ ആകാശവും ഭൂമിയും പോലെ അമ്മയുടെ മനസ്സ് മംഗളപാഠ സമയത്ത് അമ്മയുടെ മനസ്സ് പോലെ ഞാനിതുപോലെ കൺഫ്യൂഷനാണ്. എന്നെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ രൂപം നൽകണമേ, എനിക്ക് എന്നിലേക്ക് ആത്മാവ് ഇറങ്ങി വരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എന്നെ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് അവിടെ ഇരുട്ടില്, അവിടെ ആഴങ്ങളിൽ, രൂപരാഹിത്യങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞു വസിക്കട്ടെ, നിറഞ്ഞു വസിക്കട്ടെ. അന്ധകാരത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിൽ ആത്മീയ തരിച്ചുകൊണ്ട് പോകാനുള്ള വഴികളെ ക്രമീകരിക്കട്ടെ. Hallelujah, hallelujah. Mahottam, 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 mahottam. Hallelujah, hallelujah. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. കൈകൾ ഉയർത്തി ദൈവത്തിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, വരദാന സമൃദ്ധിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിന്റെ വഴിയെ ചരിച്ചിടുവാൻ, അന്ത്യം വരെയും നിന്റെ സാക്ഷിയായി മാറുവാൻ കൃപയും ശക്തിയും തരണമേ. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. രണ്ട് കൈകളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകമായി ഞങ്ങളെ നടത്തണമേ. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരീയ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരീയ ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകമായി സ്തോത്രം. ഈശ്വരീയ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേക ശക്തി നമ്മുടെ ആത്മാവിലേക്ക് ആവഹിക്കാൻ വേണ്ടി നമുക്ക് ഈശോയുടെ സന്നിധാനത്തിൽ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഇതാ ജീവിക്കുന്ന ദൈവം നമ്മുടെ സന്നിധിയിൽ എഴുന്നള്ളിയിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത നിയോഗങ്ങളും എല്ലാ ആകുലതകളും വേദനകളും വിഷമതകളും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാം, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, വണങ്ങുന്നു ദൈവമേ. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈശോ എഴുന്നള്ളി നമ്മൾ കേട്ട സുവിശേഷ ഭാഗങ്ങളെ ഇപ്പോഴ് ആരാധനയുടെ എഴുന്നള്ളത്ത് സമയത്ത് ആത്മാവിലെ ഓർക്കാം. അനേക ആയിരം മക്കളെ വിവിധ ദേശങ്ങളിലെ തങ്ങളുടെ മനസ്സ് അർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ തിരുസന്നിധി ആരാധനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഈ സ്വർഗീയ നിമിഷത്തിൽ കർത്താവേ സുവിശേഷ ശുശ്രൂഷയിലും സാക്ഷ്യാനുഭവങ്ങളിലും അങ്ങ് ഞങ്ങളെ അനുസ്മരിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഇരുട്ട് തക്കങ്ങളിൽ കർത്താവ് വെളിച്ചമായി നിന്റെ സാന്നിധ്യം അനുഭവിച്ച സാക്ഷ്യം പറഞ്ഞ മകള് അങ്ങയുടെ അഭിഷേകത്തിൻ്റെ എളിയ ജീവിതത്തിലുണ്ടായ കൂരിരുട്ടിലെ ബാഹ്യ ബന്ധങ്ങളുടെ വാതിലുകൾ ബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് നിന്റെ വരവും കാത്ത് ഞാൻ പ്രാർത്ഥനയുമായിരുന്ന കാലങ്ങൾ ഇപ്പോഴാരാധനയിൽ വീണ്ടും അനുസ്മരിപ്പിക്കുന്നു. ഈശോയെ കർത്താവ് എന്നെപ്പോലെയും സാക്ഷ്യമെന്ന സഹോദരിയെപ്പോലെയും ഈ ആരാധന ദിവ്യകാരുടെ സന്നിധിയിൽ കർത്താവെ ആരാധന മുഴുകിയിരിക്കുന്ന അനേകം മക്കളുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഇരുട്ട് തക്കങ്ങളിലേക്ക്, അവരുടെ ദുരന്തങ്ങളിലേക്കും തകർച്ചകളിലേക്കും കർത്താവെ ഇപ്പോഴും നീ കടന്നു ചെല്ലണമേ. കർത്താവെ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, ഏത് ഘോരമായ സമുദ്രത്തിൽ മുങ്ങിപ്പോകുമ്പോഴും കർത്താവെ നിന്റെ വിശുദ്ധമായ വലതുകരം കർത്താവെ നീ നീട്ടിക്കൊണ്ട് ഞങ്ങളെ ആഴങ്ങളിൽ നീ വീണ്ടെടുക്കുമെന്ന് കർത്താവെ ഞങ്ങളുടെ അനുഭവമാണ് കർത്താവെ. ഞങ്ങൾക്ക് അനേക കോടികളുടെ 10 കോടികളുടെ അനുഭവമാണ് കർത്താവെ. ആ അനുഭവം ഇക്കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ മക്കളിൽ കർത്താവെ നീ ചൊരിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈശോ മാരക രോഗം കൊണ്ട് കർത്താവെ, വ്യാധി കൊണ്ട് കർത്താവെ, മനസ്സിടിഞ്ഞുപോയ മക്കൾ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവെ ഇപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ. അവരെല്ലാം നീ ആശ്വസിപ്പിക്കണമേ. നിന്റെ തിരുമുറുമാണെന്ന് വലതുകരം കർത്താവെ അന്ധനെ സുഖപ്പെടുത്തിയ വലതുകരം, ചെകിടനെ സുഖപ്പെടുത്തിയ വലതുകരം, ക്ഷീണിതര് കർത്താവ് വാക്കുകൊണ്ട് വിശ്രാന്തി നൽകിയ അധരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അധരഫലങ്ങൾ കർത്താവെ ഇപ്പോഴും കർത്താവിന്റെ മക്കളുടെ കർത്താവെ നീ ഒഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ ഈശോ വാർത്തയ്ക്ക് നേറിയ കർത്താവെ
ശക്തി. ലോകത്ത് ഒരു മനുഷ്യൻ ഒരു കാലത്തും വരാത്തതേ ശക്തിയാൽ സൗഖ്യത്തിന്റെ ശക്തിയാൽ അഭിഷേകമേ യേശുവിന്റെ നാമത്തിൽ അനേക രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ തീരാവേദികളെ അർപ്പണ ഹല്ലേലൂയ യേശു സ്തോത്രം ഹല്ലേലൂയ യേശു സ്തോത്രം യേശുവേ ആരാധന മഹത്വം 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ 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 പ്രാർത്ഥിക്കുന്ന കർത്താവേ യോഗ്യത പരിശുദ്ധ ഹല്ലേലൂയ 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 കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ ആരാധിക്കുന്ന ദൈവമേ മഹത്വപ്പെടുന്ന ഹല്ലേലൂയ 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 യേശു സ്തോത്രം യേശുവേ 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 ഇരുകരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഇതാ ജീവനുള്ള ദൈവം നമ്മളെ ആശീർവദിക്കുകയാണ്. മനമുയർത്തി സ്വരമുയർത്തി ഹൃദയം തുറന്നുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്ന കർത്താവേ ആരാധിക്കുന്ന ദൈവമേ കർത്താവായ ദൈവമേ അങ്ങ് അന്തര കാഴ്ച കൊടുത്ത ദൈവമേ നാനാവിധ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവരോട് സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്റെ ദൈവമായ കർത്താവേ സന്താനരഹിതരെ ആശീർവദിക്കുന്നതിനെ നന്ദി പറയുന്നു. പവനരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ തീരാവ്യാധികളിൽ സാമ്പത്തിക ദുരിതത്തില് കടഭാരത്തിൽ കഴിയുന്നവര് രോഗദുരിതത്തിൽ കഴിയുന്നവര് എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചറിയുന്നവര് കർത്താവേ വിദ്യാഭ്യാസ മേഖലയിൽ തകർന്നു പോയവര് ജീവിതം തന്മുരടിച്ചു പോയവര് കർത്താവ് വിവാഹപ്രായമായ മക്കളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ എന്റെ ഈശോയെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ജീവിത സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സമസ്ത മക്കളുടെ മേലങ്ങ് അഭിഷേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ നന്ദി ദൈവമേ സ്തോത്ര ദൈവമേ ഹല്ലേലൂയ 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 യേശുവേ 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 പരിശുദ്ധ പരമ ദിവ്യകാരുടെ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.